ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല കറുമുറായിട്ടുള്ള പരിപ്പ് വടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കാറുള്ള ആ ഒരു സെയിം ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തൂവരപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ പീസ് ദാൾ ഉണ്ടെങ്കിൽ പീസ് ദാൾ എടുക്കാം. അപ്പോൾ നമ്മുടെ പട്ടാണിയിൽ ഒക്കെ വരുന്നൊരു ആ ഒരു ദാളാണ് കേട്ടോ പീസ് ദാൾ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ തൂവരപ്പരിപ്പ്, നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന തൂവരപ്പരിപ്പ് എടുത്താലും മതി. പിന്നെ അതുപോലെ 1/4 കപ്പ് കടലപ്പരിപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് നമ്മളിതൊരു 2-3 മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കണം. 2-3 മണിക്കൂർ കുതിർത്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ വാർന്നെടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒട്ടും വെള്ളം ഉണ്ടാകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഇങ്ങനത്തെ പോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒട്ടും വെള്ളം ഉണ്ടാകരുത് അരച്ചെടുക്കുമ്പോൾ. ഇതിപ്പോൾ നല്ലോണം വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, വെള്ളം ഒട്ടുമില്ല ഇതിൽ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു തരുതരുപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 2 പ്രാവശ്യമൊക്കെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തരുതരുപ്പായിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പറയാമത് എത്രയെന്ന്. പിന്നെ അതുപോലെ വറ്റൽമുളക്, കറിവേപ്പില, അപ്പോൾ അതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഈ ഒരു പരിപ്പൊന്ന് നമുക്കൊന്ന് തരുതരുപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലുള്ളൊരു ഫുഡ് പ്രോസസ്സർ ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ നല്ലോണം പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടില്ല. നമുക്ക് ആ ഒരു തരുതരുപ്പോടെ മാത്രമേ അരഞ്ഞ് കിട്ടുള്ളൂ. ചോപ്പർ ബ്ലേഡാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലൊന്ന് തരുതരുപ്പോടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ആ ഒരു രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു പേസ്റ്റ് പരുവത്തിലായിട്ടുമില്ല, അതുപോലെ ഒരു തരുതരുപ്പോടെ തന്നെ കിട്ടിയിട്ടുമുണ്ട്. വലിയ പീസസ് ആയിട്ട് കിടക്കൊന്നുമില്ല, നമുക്ക് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ബ്ലെൻഡറിലാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ, കുറേശ്ശേ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ച ഒരു സവാളയും പിന്നെ കറിവേപ്പില അതൊക്കെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തിട്ടല്ല കേട്ടോ. ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. എത്രയും തിന്നായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയും തിന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ഉള്ളി, നല്ലോണം ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 20 എണ്ണം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 15 എണ്ണമൊക്കെ മതിയാകും. അതുപോലെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം 2 സവാള ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഞാനൊരു 4-5 വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചോപ്പറിലാണെങ്കിൽ നമുക്ക് നല്ല തിന്നായിട്ട് ചെറിയ ഇതിൽ ചോപ്പ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചിട്ട് നല്ലോണം ചെറുതാക്കിയിട്ട് തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണ്ട കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അതിൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം അരഞ്ഞ് വരുമ്പോൾ ലിക്വിഡായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ഈ ഒരു പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. നേരത്തെ ബ്ലെൻഡ് ചെയ്തെടുത്ത ആ ഒരു പരിപ്പിലോട്ട്. ഇനി ഇതിലോട്ട് ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണ്. പിന്നെ അതുപോലെ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ബോൾസാക്കി എടുക്കുക, ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ബോൾസാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു പരിപ്പ് വടയുടെ ഷേപ്പിലൊന്ന് ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ബോൾസാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഒന്ന് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു ഓൾമോസ്റ്റ് 20 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 15 വലിയ സൈസാണെങ്കിൽ 15 എണ്ണം, ഈ ഒരു സൈസാണെങ്കിൽ 20 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഫ്രൈ ആയി കിട്ടാനായിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. പിന്നെ ഓവർ കുക്കാകുന്നതെന്ന് തോന്നുമ്പോൾ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമോ ലോ ഫ്ലെയിമിലോട്ടോ ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടാൻ ഒരു ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. ഒരു ഭാഗം മൊരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മറ്റേ സൈഡും കൂടെ 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടുമ്പോൾ മാറ്റിയാൽ മതി. അപ്പോൾ ഇത് നല്ല പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പ് വടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.